ഒരു മനുഷ്യനെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരാളെ കളിയാക്കാൻ തുടങ്ങിയാൽ ആ ചെയ്ത മനുഷ്യൻ്റെ തെറ്റെന്താണോ അതേ തെറ്റ് നിങ്ങൾ ചെയ്തിരിക്കുന്ന. ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് മാപ്പ് കൊടുക്കുകയും വയബ്തലീക ബിഹി, അല്ലാഹു തആല ആ മനുഷ്യനെ ആ തെറ്റിൽ നിന്ന് കരകയറ്റുകയും കളിയാക്കിയ നിങ്ങളെ അതേ തെറ്റിൽ അല്ലാഹു പെടുത്തുകയും ചെയ്യുന്ന. ഇതെപ്പോഴും മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഒരാൾ കള്ളുകുടിച്ചു, അല്ലെങ്കിൽ വ്യഭിചരിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കൊലപാതകം ചെയ്തു, ഒരു മയക്കുമരുന്നിനടിമയായി, ഇതിങ്ങനെ പറഞ്ഞു കിടക്കുക 24 മണിക്കൂർ ഇതന്നെ പറയുന്നവരുടെ മുഴുവനും ആ ഒരു മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ അയാളുടെ എന്തെല്ലാം നന്മകളുണ്ടെങ്കിലും അതൊന്നും പറയില്ല, ഈ കാര്യം മാത്രം. എന്നാലും അയാൾ ഇങ്ങനെ ചെയ്തു, അയാൾ ഇങ്ങനെ കാണിച്ചു, ഈ തെറ്റ് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു. ഒരു മനുഷ്യൻ എന്തെല്ലാം നന്മകളുണ്ടാവും. ഒരു മനുഷ്യൻ നിങ്ങൾ ആ തിന്മയാണ് കാണുന്നതെങ്കിൽ ആ തിന്മ നിങ്ങളിലോ നിങ്ങളുടെ മക്കളിലോ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും, അത് തെറ്റാണെങ്കിൽ. അതുകൊണ്ട് ആരെയും ഒരു തെറ്റ് പറഞ്ഞുകൊണ്ട് കളിയാക്കരുത്, പരിഹസിക്കാൻ പാടില്ല. കാരണം ഇതൊക്കെ ഇബ്തിലാഇന്റെ ലോകമാണ്, ഇത് പരീക്ഷണത്തിൻ്റെ ലോകം. ഇവിടെ ആരും പെർഫെക്റ്റ് അല്ല. നമ്മൾ ഇന്ന് പെർഫെക്റ്റാണ്, നാളെ ഇംപെർഫെക്റ്റായിട്ട് മാറിയേക്കാം, മറ്റന്നാൾ മാറിയേക്കാം, അത് കഴിഞ്ഞ് പെർഫെക്റ്റായി തിരിച്ചു വന്നേക്കാം. ഇതൊക്കെ അള്ളാഹുവിനെ അറിയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആജാലുകളും അമാലുകളും അർസാക്കുകളും അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മൂസ നബിയെ ഖുല്ലിൽ മുദ്നിബീന നാജിബീൻ, സങ്കടപ്പെട്ട് കരയുന്ന തെറ്റ് ചെയ്തു പോയ ആളുകളോട് പറയണേ, അബ്ശിറു, നിങ്ങൾ സന്തോഷിച്ചോളൂ. വഖുല്ലിൽ ആമിലീനൽ മുഅ്ജബീന ഇഖ്സഉ, കർമ്മങ്ങൾ ചെയ്ത് അമലുകൾ ചെയ്തിട്ട് അഹങ്കാരത്തോടുകൂടെ നടക്കുന്നവരോട് പറയണേ, ഇഖ്സഉ, നിങ്ങൾ നാണം കെട്ടുപോകട്ടെ എന്ന് പറയണമേ എന്ന് അല്ലാഹു കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് പറയാം. സുബ്ഹാനല്ലാഹ്. ഇതിൽ വലിയൊരു മഅനയുണ്ട്. ആ മഅന നമ്മൾ ഉൾക്കൊള്ളുക.